വളരെ ഫലിക്കുന്നു. ഹാലിയ സ്വത്രം തൂണുകളായി അറിയപ്പെട്ടിരിക്കുന്ന ഹാലിയ പത്രോസിന്റെയും യാക്കോബിനെയും ഹേരോദാവ് പിടിച്ചു. ഹാലിയ സ്വത്രം അതിൽ ഹാലിയ സ്വത്രം കൂട്ടുപ്രതിയായ യാക്കോബിനെ ഹാലിയ സ്വത്രം കൊല്ലുവാനിടയായി. ഹാലിയ സ്വത്രം എന്നാൽ പത്രോസിനെ വിസ്തരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട്, കാരണം പിറ്റേ ദിവസം ഹാലിയ പെസഹയായിരുന്നു. പെസഹയായതുകൊണ്ട് ഹാലിയ സ്വത്രം തനിക്ക് വേണ്ടി വിസ്തരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഹാലിയ സ്വത്രം അവനെ ഹാലിയ ജയിലിലിട്ടിരിക്കുകയാണ്. പത്രോസ് രക്ഷപ്പെടാതിരിക്കുവാൻ 3 കാര്യം ചെയ്തു. ഒന്ന്, കൈയും കാലും ചങ്ങലയിട്ട് പൂട്ടി. ഹാലിയ സ്വത്രം അത് തന്നെയല്ല, 4 സേവകരുള്ള ഹാലിയ 16 പേര് ഒരു മനുഷ്യനെ ഹാലിയ പൂട്ടാൻ വേണ്ടി, ഹാലിയ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി 16 പട്ടാളക്കാരെ കാവൽ നിർത്തി. ഹാലിയ സ്വത്രം. എന്നിട്ട് 3 വാതില്, 3ാമത്തെ വാതിൽ ഇരുമ്പ് വാതിലായിരുന്നു. എങ്ങനെ ഹാലിയ ക്രമീകരണം ചെയ്ത്. കാരണം എന്തെന്നറിയാമോ? കഴിഞ്ഞ പ്രാവശ്യം ഇവനെ ജയിലിലിട്ടപ്പോൾ ഹാലിയ സ്വത്രം അവരെ പാടി ശ്രദ്ധിച്ചപ്പോൾ അവർ ജയില് ഹാലിയ സ്വത്രം ചാടി കടന്നു വന്നു എന്ന്, ജയിൽ തുറന്ന് കടന്നു വന്നുവെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ക്രമീകരണം പ്രാപിച്ചത്. സ്വത്രം. പക്ഷേ ഹാലിയ സ്വത്രം 5-ാമത്തെ അപ്പോസ്തലപ്രവൃത്തി 5:19 വായിച്ചു. ഹാലിയ സ്വത്രം നമുക്കറിയാം. ഹാലിയ സ്വത്രം രാത്രിയിലെ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹത്തിന്റെ വാതിലിൽ ഹാലിയ സ്വത്രം ഇറങ്ങിച്ചെന്ന് ഹാലിയ സ്വത്രം ഹാലിയ തോട്ടിൽ തട്ടി അവന് ഹാലിയ ഉറക്കമുള്ളവരെ പോലെ അവന് ഹാലിയ വെളിയിൽ കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽസമയം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹാലിയ സ്വത്രം നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ദൈവസഭയുടെ ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഹാലിയ സഭ ശ്രദ്ധിക്കുമ്പോൾ ഹാലിയ അപ്പോസ്തലപ്രവൃത്തി 12:5 പറയുന്നു, സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. 2 വാക്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. ഇവിടെ 5-ാമത്തെ ആയത്തിൽ നമ്മൾ വായിച്ചത് അവർക്ക് വിടുതൽ ലഭിച്ചു. എന്നാൽ 12-ാമത്തെ ആയത്തില് ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ജയിൽ കാണാത്ത വിധം ജയില് പൊളിയുവാനിടയായെങ്കിൽ ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന വിഷയം എന്തുമായിക്കൊള്ളട്ടെ, യേശുവിന്റെ കരത്തിലേക്ക് കൊടുത്തി രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാതിരുന്നപ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ച് വാതിൽ അടഞ്ഞ് കിടക്കട്ടെ, സാരമില്ല. പട്ടാളക്കാരെ കാവലാക്കട്ടെ, സാരമില്ല. നീതിമാന്റെ ശ്രദ്ധയോടെ പ്രാർത്ഥന. 12:8 എളുപ്പം വായിച്ചേ. നീതിമാൻ വായിച്ചേ. പുള്ളിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഈ പുള്ളി പറയുന്ന പോലെ എല്ലാം ചെയ്ത് താഴെ അതുകൊണ്ടാണ് യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലായിരുന്നു. ഇന്ന് പകല സമയം സ്വപ്നം കാണുന്നവരെ പോലെ നിങ്ങൾ കടന്നുപോകും. നീ കടന്നു പോകുന്ന വിഷയത്തിന്റെ നടുവില് നീ സ്വപ്നം കാണണം. കർത്താവേ, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ദൈവസഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരുടെ പ്രശ്നത്തിന് നടുവില് എത്ര വലിയ പ്രതികാരങ്ങൾ കടന്നു വന്നാലും, എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും ദൈവം